വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്നെ അമ്പലമൊന്നും അല്ല. അതെ, ഒരു മൊബൈൽ ഫോൺ വേണം. നോക്കിയ മതിയോ? നോക്കിയാലൊന്നും പോരാ മോനെ, വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. അവൻ ഏതാ മോനെന്ന് നിങ്ങൾക്കറിയില്ല. അതല്ലേ ഏട്ടാ, നോക്കിയ ഫോൺ മതിയോന്നാ ചോദിച്ചത്. ഇയാള് എവിടെ നിന്ന് വരുന്നു? നോക്കിയ മാത്രല്ല, കണ്ടാലും ഫോൺ പോലെ തന്നെ ഇരിക്കണം. എന്തിനാ ഉണ്ണിക്കുട്ടൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെ? ശരിയുത്തരം പറഞ്ഞേനെ എന്നെ ഇറക്കി വിട്ടത്. ശരിയുത്തരം പറഞ്ഞു. അനിലിനോട് ചോദിച്ചു കാലക്ക് എത്ര കൊമ്പുണ്ടെന്ന്. അനില് 2 എന്ന് പറഞ്ഞു. മീനോട് ചോദിച്ചു ഒരു കയ്യിൽ എത്ര വിരലുണ്ടെന്ന്. മീന 5 എന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് ശരിയാ. നിന്നോട് എന്താ ടീച്ചർ ചോദിച്ചേ? എന്നോട് ചോദിച്ചു ക്ലാസ്സിൽ വെച്ച് ചോക്ലേറ്റ് തിന്നരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ ശരിയാ പറഞ്ഞതമ്മേ. അന്നേരം ഞാനേ 10ാമത്തെ ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളെല്ലാവരും കോടീശ്വരന്മാരായി എന്ന് കരുതുക. നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ വേഗം. ടിൻഡോ, നീ എന്താ ഫാൻസി ഡ്രസ്സിന് പോവുകയാണോ? എന്താടാ എഴുതാത്തത്? സോറി മാഷെ, ഒരു കോടീശ്വരനായ ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിലൊന്നും സമയം കളയാറില്ല. എന്റെ PA എഴുതി തെറ്റുമ്പോ. മിസ്റ്റർ ഗഫൂർ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഞങ്ങളുടെ കമ്പനിയിൽ മാനേജർ ആവാൻ വേണ്ട ആദ്യ യോഗ്യത GK ആണ്. അതെന്ത് പണിയാണ് സാറേ? എന്നാ പിന്നെ ആദ്യം മൂപ്പരങ്ങോട്ട് വിളിച്ചാ പോയായിരുന്നു. വെറുതെ മനസ്സിൽ ക്യൂ നിന്ന് സമയം കളഞ്ഞു. മിസ്റ്റർ ഗഫൂർ, GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. കേട്ടിട്ടേ ഇല്ല? സോറി, ഇല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരാണെന്ന് പറയാമോ? അറിയില്ല സാർ. എന്നാ ഗാന്ധിജിയെ കുറിച്ച് പറയൂ. അതും അറിയില്ല സാർ. ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെയൊരു ഇന്റർവ്യൂവിന് വന്നത്? എന്നാ പിന്നെ നിങ്ങൾ പറ. നിങ്ങൾക്ക് ലണ്ടൻ ഉസ്മാൻ അറിയോ? ഇല്ല. മത്യംസൻ അറിയോ നിങ്ങൾക്ക്? ഇല്ല. അതും അറിയൂല. എന്നാ പ്ലാസ്റ്റിക് മൊയ്തീൻ അറിയോ? പ്ലാസ്റ്റിക് മൊയ്തു, ഇവരൊക്കെ ആരാ? അതാണ് പറഞ്ഞത്. എന്റെ ചങ്ങായിമാരൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ ചങ്ങായിമാരൊന്നും ഞമ്മക്കും അറിയില്ല. സാറേ, ഒരു 10,000 രൂപ കടം തരണം. ഒരു പോത്തിനെ വാങ്ങിക്കാൻ. എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. പോത്തിനെ വേണമെങ്കിൽ ഇവളെ പിടിച്ചോണ്ട് പോയിക്കോ. ഉപ്പുമാവിന് എന്തെങ്കിലും പോരാതെ ഉണ്ടോടാ? ഉപ്പുമാവ് പോരാത്തിയുണ്ട്. ദേ, ഇന്നലെ ഉച്ചയ്ക്ക് ഇവന് തിന്നാൻ കൊടുത്തുവിട്ട ചോറ് ആരും എടുത്ത് തിന്നെന്ന്. അവനെ കണ്ടുപിടിക്കാൻ എളുപ്പാ. വയറിളക്കമായിട്ട് ആരാണ് ക്ലാസ്സിൽ വരാത്തതെന്ന് നോക്കിയാ മതി. എടാ, വണ്ടി പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാവൂ കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ഉണ്ണിക്കുട്ടന് നിങ്ങളോട് എന്തൊരു ഇഷ്ടമാണെന്നോ. വന്നാൽ ഉടനെ അവൻ നിങ്ങളെ അന്വേഷിക്കും. അവൻ വരുന്നു. നീ സ്കൂളിൽ പോയില്ലേ? വണ്ടി കടന്നു പോയിട്ട് റോഡ് കുറുകെ കടക്കാവൂന്ന് അമ്മച്ചി പറഞ്ഞില്ലേ? 1 മണിക്കൂർ നേരം നോക്കി എന്നിട്ട് ഒറ്റ വണ്ടിയും പോയില്ല. ഉണ്ണിക്കുട്ടൻ പറയൂ, നീ, നിന്റെ അമ്മ, അച്ഛൻ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താ? എനിക്കറിയാൻ മേല. പഠിപ്പിക്കുമ്പോ ക്ലാസ്സിലെത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇനി ഇപ്പൊ വീണ്ടും പഠിപ്പിക്കാൻ പറ്റിയല്ല. നാളെ വരുമ്പോഴേ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കി വരണം കേട്ടോ. ഞാനും അച്ഛനും അമ്മയും തമ്മിൽ എന്താ ബന്ധം? അതോ മോനെ, നീ എന്റെ മകൻ, ഞാൻ നിന്റെ അച്ഛൻ, നിന്റെ അമ്മ എന്റെ ഭാര്യ. മനസ്സിലായോ? ഉണ്ണിക്കുട്ട, ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. നീ എന്റെ മകൻ, ഞാൻ നിന്റെ അച്ഛൻ, നിന്റെ അമ്മ എന്റെ ഭാര്യ. നോക്കൂ ടിൻഡു, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണ്. നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. എന്നിട്ട് വേണം ഈ രാജ്യത്തെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടാൻ. ഒന്ന് ചുമ്മായിരി. എടാ, എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല. നീ എന്ത് ചെയ്യും? അച്ഛൻ നോക്കിക്കോ. ഇനി മേലിൽ ഞാനൊരൊറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല. അച്ഛ, എനിക്കൊരു ഐസ്ക്രീം
വാങ്ങിത്തരുമോ? ആ അതൊന്നും വേണ്ട. അച്ഛനല്ല എനിക്കാ, വാങ്ങിത്തരുമോ? അതൊന്നും ശരിയല്ല ടിൻഡു. അച്ഛനൊന്ന് വയസ്സായിക്കോട്ടെ, വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടും ഞാൻ. അപ്പളേ ഈ അച്ഛൻ പറഞ്ഞു.